ഹലോ ഗൈസ്, ഞങ്ങളൊരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ മുന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ? ഇപ്പൊ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഏകദേശം 7-8 ബാഗുകൾ ഉണ്ട് കേട്ടോ ഞങ്ങളെ കയ്യിൽ. ഇത്രയും ബാഗുകളൊക്കെ കെട്ടിപ്പേറി ഞങ്ങളിപ്പോൾ പോകുന്നത് ചെന്നൈയിലോട്ടാണ് കേട്ടോ. ചെന്നൈ ആവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിൻ 3 മണിക്കായിരുന്നു, പക്ഷെ 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഇതാ ഉള്ളിൽ കയറി. റിസർവേഷൻ ചെയ്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അമ്മ ദാ മൂടി പുതച്ച് കിടന്നേ. പുലർച്ചെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കം കിട്ടി. പിറ്റേന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അടുത്ത പണി. അതിന്റെ ഇടയ്ക്ക് പെരുന്തുറൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സമയം ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തു. കുളിയില്ലാത്തത് കൊണ്ട് ആ ടെൻഷൻ ഇല്ല. അതിന്റെ ഇടയ്ക്ക് എല്ലാവരും പല്ലൊക്കെ തേച്ചു വിട്ടോ. ട്രെയിനിൽ നിന്നൊന്നും വാങ്ങി കഴിക്കേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വടിയും ചട്നിയൊക്കെ മേടിച്ച് കഴിച്ചു. അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് പഴവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ അതിന്റെ പുറത്ത് അതും കഴിച്ചു. അടുത്ത കമ്പാർട്ട്മെന്റിൽ ചിന്നുവിന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. ചിന്നുവിന് ആവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ അപ്രന്റീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രെയിൻ ഒന്ന് പ്രത്യേകിച്ചൊരു പണിയില്ലാത്തത് കൊണ്ട് തിന്നാ കിടക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ ഒരു പണി. ഞങ്ങൾക്ക് ശരിക്കും പേരാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വേറെ ഏതോ സ്ഥലത്ത് ഡീസൽ ട്രെയിൻ എന്തോ ലീക്കേജ് ഉണ്ടായിട്ട് ട്രെയിൻ എല്ലാം ബ്ലോക്ക് ആക്കി. അങ്ങനെ ട്രെയിനിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായ തിരുട്ടണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇറങ്ങിയ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലേ. ചോറ് കിട്ടുന്ന സ്ഥലം തേടി പിടിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കഫേയിൽ കയറിയിട്ട് സാൻഡ്വിച്ചും ബർഗറും ഒക്കെയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. മോശം പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ബർഗറും പിസില്ല സാൻഡ്വിച്ചൊക്കെ പോലെ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം ഞങ്ങൾ ബൂസ്റ്റുമാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഊബർ വിളിക്കുക, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുക. ഈ ട്രെയിൻ ഇല്ലാത്തത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടായിട്ടോ. കാരണം ഞങ്ങളുടെ സ്ഥലത്തേക്ക് കുറച്ചധികം പോവാനുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ. ഇത് എൻ്റെ ഒരു കസിന്റെ വീടാണ് കേട്ടോ. ഏട്ടന് ഇവിടെ എയർഫോഴ്സിൽ വർക്ക് ചെയ്യാണ്. അവർ ഫാമിലി ആയിട്ട് ഇവിടെയാണ് കേട്ടോ. അവരിവിടെ ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പായി. അവിടെ എത്തി ഫ്രഷപ്പ് ആയി ഞങ്ങൾ കുട്ടികളുടെ കൂടെയൊക്കെ കുറച്ച് കളിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഇനി കിടക്കാൻ പോവാണ്. നാളെ നേരത്തെ പോവാനുള്ളതാണ്. അപ്പോൾ ടാറ്റാ.